എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി പേരുടെ വലിയൊരു പ്രശ്നത്തിനുള്ള ചെറിയൊരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ വീടുകളിൽ ബക്കറ്റും കപ്പിലും ഒക്കെ ഉണ്ടല്ലോ ബാത്റൂമിൽ വെക്കുന്നത്, അത് നമുക്കൊരു വഴുവഴുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ആ വഴുവഴുപ്പ് നമുക്കതൊരു സുഖമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് കളയാനായിട്ട് നമ്മൾ സോപ്പൊക്കെ ഇട്ട് എത്ര കഴിക്കാലും അതും ഫുള്ളായിട്ടും പോവില്ല. അത് പക്ഷേ നമ്മുടെ ഉപ്പുപൊടി ഉണ്ടല്ലോ, കല്ലുപ്പല്ലാട്ടോ ഉപ്പുപൊടി അടിച്ചിട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പോവും. മാത്രമല്ല നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഇത് ക്ലീൻ ചെയ്യാം എന്നുള്ള ഒരു ടിപ്പുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പും ബക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് വഴുവഴുപ്പുണ്ട്. അപ്പോൾ ഈ വഴുവഴുപ്പ് എങ്ങനെയാണ് കളയണതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പുപൊടി ആവശ്യമാണ്. ഞാൻ ആവശ്യാനുസരണം ഉപ്പുപൊടി എടുത്തിട്ടുണ്ട്. ഉപ്പുപൊടിക്ക് ഇന്ന അളവ് എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വഴുവഴുപ്പ് പോകാനായിട്ട് എത്രമാത്രം ഉപ്പുപൊടി വേണം അത്ര നമുക്ക് എടുക്കാം. അതിപ്പോൾ നമുക്ക് നേരിട്ട് ബക്കറ്റിലേക്ക് ആഡ് ചെയ്യാം. അതല്ല നമ്മൾ എന്ത് വെച്ചാണ് ചെയ്യണത് അതിലേക്ക് ആഡ് ചെയ്തിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യണ പഴയ ഒരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്, സ്പോഞ്ചിൻ്റെ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടണ കവറുകളുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കവർ അല്ലെങ്കിൽ തുണിയുടെ കവറൊക്കെ, ഏത് കവറായാലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. കൈ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര സുഖം കിട്ടില്ല. അപ്പം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്നാലും അതിലേക്ക് നേരിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ബക്കറ്റിൽ എല്ലാ ഭാഗത്തും ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എടുക്കണ സംഭവത്തിൽ ഒന്നല്ലെങ്കിൽ ഉപ്പിടാം, അല്ലാന്നുണ്ടെങ്കിൽ ബക്കറ്റിലേക്ക് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം. ഇനിയിപ്പോൾ സ്ക്രബ്ബർ ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. എല്ലാ വീട്ടിലും കാണുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ തുണിയുടെ കവറോ. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ സ്ക്രബ്ബർ വെച്ച് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തുള്ള സ്ഥലത്തൊന്നും നമുക്കത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴയ വല്ല ബ്രഷ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ബ്രഷ് വെക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ട് നമ്മൾ അവിടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ അഴുക്കും ഇതിൻ്റെ കൂടെ എല്ലാം ഇളകിപ്പോവും. ഇപ്പോൾ ഇത് വഴുവഴുപ്പ് മാത്രമല്ല കേട്ടോ, അഴുക്കൊക്കെ ഇളകിപ്പോയിട്ട് ഇത് അടിപൊളിയായിട്ടിരിക്കും. നമ്മൾ ഇതിന് മുന്നേ എങ്ങനെ മിക്സി വൃത്തിയാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് വൃത്തിയാക്കാം, മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാം. അതൊക്കെ ഈ ഉപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടാവില്ല. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഇടുന്നതാണ്. മാത്രമല്ല ഇതിന് മാത്രമല്ല നമുക്ക് ഉപ്പിന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ശരീരത്തിൽ നീർക്കെട്ട് കളയാനും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഉപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ദയവായി എല്ലാവരും ഒന്ന് കണ്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ബക്കറ്റിലൊക്കെ എല്ലായിടത്തും അത് ആക്കി കഴിഞ്ഞു. ഇനി കപ്പിലും അത് നമ്മൾ അതുപോലെ എല്ലാ ഭാഗത്തും ചെയ്ത് അതിൻ്റെ കപ്പിൻ്റെ ആ സൈഡിലൊക്കെ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്ത് ഒക്കെ കറക്റ്റാക്കിയിട്ടുണ്ട്. നമുക്കിത് വളരെ ബുദ്ധിമുട്ടിയൊന്നും ചെയ്യേണ്ട, വളരെ റിലാക്സ് ചെയ്തിട്ട് സാവകാശം ബലമൊന്നും കൊടുക്കാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ബാച്ചിലേഴ്സ് മീൻ കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീൻ കറി തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെങ്ങനെ മീൻ വൃത്തിയാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ദയവായി എല്ലാവരും ഒന്ന് കാണണം, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നമ്മളിത് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ വഴുവഴുപ്പും അഴുക്കൊക്കെ പോയി. പക്ഷേ എന്നാലും അതിലൊരു ചെറിയൊരു മെഴുക്കിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് നമ്മൾ ബാത്റൂമിൽ വെക്കണ കപ്പും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ഒന്നാണ് ഹാൻഡ് വാഷ്, അതല്ലാന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് അല്ലെങ്കിൽ ഷാമ്പു. ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒരൊറ്റ ഒഴിച്ചാൽ മതി. ഒരൊറ്റ ഇതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ചെയ്തിട്ട് ഇത് കഴുകി കളഞ്ഞാലുണ്ടല്ലോ ഇതിലെല്ലാം അഴുക്കും വഴുവഴുപ്പും മെഴുക്കും എല്ലാം പോയി പുതുപുത്തനായിട്ട് മാറും. ഞാനിപ്പോൾ ഇതിലേക്ക് ഷാമ്പു ആണ് ആഡ് ചെയ്യണത്. ഷാമ്പു വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുത്തിട്ട് ഒരൊറ്റ മാത്രം മതി. അത് ഒറ്റിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത് കഴുകി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തെയും അഴുക്കും വഴുവഴുപ്പും മെഴുക്കും എല്ലാം പോയി പുതുപുത്തനായിട്ടാണ് ഇരിക്കുന്നത്. ഇത് പഴയ ബക്കറ്റും കപ്പാണ് എങ്കിലും ഇത് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കിതുപോലെ വളരെ ഈസി ആയിട്ട് വഴുവഴുപ്പും അഴുക്കും മെഴുക്കൊക്കെ കളയാനായിട്ട് സാധിക്കും. വളരെ ഈസിയാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.